അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ 5-ാം രാവിലെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ റമദാനിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മോട് വിട പറയുമ്പോഴും റമദാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷങ്ങളെയും ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും പുറത്തു തരണേ റബ്ബേ. ഹൃദയം പരിശുദ്ധമാക്കി തരണേ റബ്ബേ. നിന്റെ നോട്ടമെത്തുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഹൃദയം. ആ ഹൃദയം പരിശുദ്ധമാക്കണേ അല്ലാ. ഈമാനും തഖ്വ കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ നിറക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങളും വേദനകളൊക്കെ ശിഫയാക്കി നിന്റെ പൊരുത്തത്തിലും താഴത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള് റബ്ബേ പല വിഷമങ്ങളും പ്രയാസങ്ങളും മുറാദുകളും പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. ആരൊക്കെയാണെന്ന് നിനക്ക് വ്യക്തമായി അറിയാമല്ലോ. അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ, മനസ്സിന് റാഹത്ത് കൊടുക്കണേ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാ, അവരെ നീ ഏറ്റെടുക്കണേ. അവർക്ക് ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും നൽകണേ. ഖൈറായ ജീവിതം നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ. ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി ചൊല്ല അറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. റബ്ബ് തആല നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 5-ാം രാവിൽ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ല് ഇന്നത്തെ രാവിൽ മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 5-ാം രാവിൽ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരോട് ബന്ധപ്പെട്ടവരുടെ ആരെങ്കിലും ആണ്ടിൻ്റെ ദിനം ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് അവരുടെ ഹളറത്തിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ സവാബിൻ്റെ മിസിലെത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മൺമറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. അവരുടെ ഹളറത്തിലേക്കും പ്രത്യേകമായി എത്തിച്ചു കൊടുക്കണേ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ. ഖബറിൽ റാഹത്തുള്ള ജീവിതം നൽകണേ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അവരെയും ഞങ്ങളെയും പെടുത്തണേ റബ്ബേ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിന്റെ മനോഹരമായ ഇന്നത്തെ രാവിലെ സലാമത്തുൽ ഈമാൻ ദുആ ഒരു വട്ടം ചൊല്ലാം. അല്ലാഹു ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിലുള്ള ഈമാൻ ഉണ്ടല്ലോ, അത് വല്ലാത്ത അനുഗ്രഹമാണ്. അത് അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈമാൻ. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ജീവിക്കണ്? നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് എപ്പോഴും നമ്മൾ പേടിക്കണം. ചൊല്ലിക്കോളൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫു ബികുല്ലി ഇഹ്സാൻ. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين.
അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ സലാമത്തുൽ ഈമാൻ എന്ന ദുആ കബൂലാക്കണേ റബ്ബേ. ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഈമാനും തഖ്വയും നിറച്ചു തരണേ റബ്ബേ. പൈശാചികമായ ഭാഗത്തുള്ള വസ്വാസിൽ നിന്നും അവന്റെ ഫിത്തനകളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിന്റെ ഈ മനോഹരമായ രാവിലെ നമുക്കൊരു തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എല്ലാവരും ചൊല്ലിക്കോളൂ. അല്ലാഹു നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം നൽകട്ടെ. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാള് വൈകുന്നേര സമയത്ത് രാത്രി സമയത്ത് ചൊല്ലി അന്നത്തെ ദിവസം രാവിലെയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവനിക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹ് ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ربي സ്വീകരിക്കണേ, തെറ്റുകളൊക്കെ നീ മായ്ച്ച് കളയണേ, പുറത്തു തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിന്റെ മനോഹരമായ ഇന്നത്തെ രാവിലെ അല്ലാഹുവിന്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലാം. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അല്ലാഹുവിൻ്റെ നാമങ്ങളാണ്. ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ. നമ്മുടെ കാര്യങ്ങൾ മുറാദുകളൊക്കെ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്, യാ ഖഹാർ യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, يا عليم يا الله، يا قابض يا الله، يا باسط يا الله، يا خافض يا الله، يا رافع يا الله، يا معز يا الله، يا مذل يا الله، يا سميع يا الله، يا بصير يا الله، يا حكم يا الله، يا عدل يا الله، يا لطيف يا الله، يا خبير يا الله، يا حليم يا الله، يا عظيم يا الله، يا غفور يا الله، يا شكور يا الله، يا علي يا الله، يا كبير يا الله، يا حفيظ يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محصي يا الله، يا مبدئ يا الله، يا معيد يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا أحد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا أول يا الله، يا آخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعالي يا الله، يا بر يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقسط يا الله، يا جامع يا الله، يا ولي يا الله، يا مغني يا الله، يا مانع يا الله، يا ضار يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله،
الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ സ്വീകരിക്കണേ. പടച്ചോനെ, ഞങ്ങൾ നിന്റെ നാമങ്ങൾ 99 ഇസ്മുകൾ ഞങ്ങൾ ചൊല്ലി ശ്രേഷ്ഠമായ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാന് പൂർണ്ണമാക്കി തരണേ. ഞങ്ങളുടെ രോഗങ്ങളും വേദനകളും ശിഫയാക്കി തരണേ. ഞങ്ങൾക്ക് തഖ്വ നൽകണേ. നിനക്ക് ഇബാദത്ത് എടുക്കാനുള്ള ആവേശം നൽകണേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. ഇണയെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞ ശ്രേഷ്ഠമായ ദുആ 21 തവണ നമുക്ക് ദ്വാരക്കാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. നമ്മളുടെ എല്ലാ കാര്യത്തിനും അല്ലാഹുവിന്റെ സഹായം നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 وفقنا في شهر رمضان للصيام والقيام وتلاوة القرآن والاعتكاف وسائر الخيرات لوجهك الكريم. അല്ലാഹുവേ, ഈ വിശുദ്ധമായ ശഅബാനി ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിലേക്ക് ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ, നല്ല ഈമാനോടെ റമളാനിൽ ഇബാദത്തെടുക്കാനുള്ള അതിയായ ആവേശത്തോടെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റമളാനിനെ ധന്യമാക്കാൻ, ശഅബാനിനെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് പാരായണം ചെയ്യാം. ഈ ശഅബാനിന്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ ദിവസവും ഒരാൾ 8 ആയത്ത് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മയുടെ ഏടുകൾ അല്ലാഹു കരിച്ചു കളയുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിൽ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, തിന്മകളില്ലാതെ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് എത്ര വലിയ സൗഭാഗ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് ഈ 8 ആയത്ത് ശഅബാന്റെ ബറാഅത്ത് രാവ് വരെ നമുക്ക് പാരായണം ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ
إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم
والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين صدق الله العلي العظيم അള്ളാഹുവേ വിശുദ്ധമായ ശഅബാനിൽ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത് ഞങ്ങൾ 15 തവണ പാരായണം ചെയ്തു റബ്ബേ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങൾക്കൊരുപാട് തെറ്റ് ചെയ്തവരാണ് ഞങ്ങളുടെ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ എഴുതപ്പെട്ട ഏടുകൾ നീ കരിച്ച് കളയണേ അല്ലാ ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ അല്ലാ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഈ 15 ഈ ആയത്തുകൾ ഈ സൂറത്തു ദുഖാനിലെ ശ്രേഷ്ഠമായ ആയത്തുകൾ ഓതിയത് കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെല്ലാം നേട്ടങ്ങളാണോ എന്തെല്ലാം ഫലങ്ങളാണോ നീ നൽകുന്നത് അതെല്ലാം ഞങ്ങൾക്ക് നീ നിന്റെ ഔദാര്യം കൊണ്ട് പൂർണ്ണമാക്കി നൽകണേ അല്ലാ ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ മാനസിക ടെൻഷനുകളൊക്കെ മാറ്റി റാഹത്തും തുമഈനത്തും ഞങ്ങളുടെ മനസ്സിൽ നിറച്ചു തരണേ അല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഹബീബായ തങ്ങളുടെ മദ്ഹ് അടങ്ങിയ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന അത് ചൊല്ലുന്ന ദിവസം മരണപ്പെടൂല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് 7 തവണ ആ 2 ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم
حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ മഹത്തായ 2 ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ. മനസ്സിന് റാഹത്ത് നൽകണേ, ശരീരത്തിന് ആഫിയത്ത് നൽകണേ. സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണം അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച, ഹബീബായ നബി തങ്ങള് പഠിപ്പിച്ച അതിമഹത്തായ വളരെ മഹത്വങ്ങളുള്ള ഒരു ദിക്ർ 11 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ശർറുകൾ ഞങ്ങളെ തൊട്ട് നീ തടയണേ അല്ലാ. തൗഫീഖ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നൽകണം പടച്ചോനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ചൊല്ലുന്നത് ഈ ശഅബാനിൽ ധാരാളമായി ചൊല്ലേണ്ട, അധികരിപ്പിക്കേണ്ട ദിക്റാണ്. ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. റബ്ബ് നമുക്ക് ഈ ശഅബാൻ കഴിയുന്നത് വരെ ധാരാളമായി ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് 21 തവണ നമുക്ക് ചൊല്ലാം. അല്ലാഹു ഇതിനാലുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും നേട്ടങ്ങളും നമുക്ക് പൂർണ്ണമാക്കി നൽകട്ടെ. ചൊല്ലിക്കോളൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين.
لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين تقبل الله അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ മഹത്തായ ദിക്റുകൾ നീ സ്വീകരിക്കണേ റബ്ബേ ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പരിശുദ്ധമാക്കണേ അല്ലാഹ് ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് തരണേ അല്ലാഹ് ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യമുള്ള ആഫിയത്തുള്ള സമാധാനമുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് ചൊല്ലാനുള്ള ദിക്ർ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും സാഹിര്യങ്ങളുടെയും കണ്ണന്മാരുടെയും അക്രമികളുടെയും ഒക്കെ ഷെറുകളിൽ നിന്ന് അവരുടെയൊക്കെ ഫിത്തനകളിൽ നിന്ന് ഫിത്തനയുണ്ടാക്കുന്നവരുടെയൊക്കെ ഫിത്തനയിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടി വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്തായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന മഹത്തായ ആയത്ത് 18 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ സലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം തഖബ്ബലല്ലാഹ് പടച്ചോനെ ഞങ്ങൾ ചൊല്ലിയ ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് സ്വീകരിക്കണേ പടച്ചോനെ നിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ രക്ഷയും സലാമത്തും എപ്പോഴും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്ക് നിന്റെ വലിയ കാവലെപ്പോഴും നൽകണം അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ അഫ്ളലു ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എപ്പോഴും നമ്മുടെ നാവിലുണ്ടായിരിക്കേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 33 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي ربي لا إله إلا الله എന്ന പരിശുദ്ധമായ അഫ്ളലായ കലിമത്തിന്റെ മേൽ ഞങ്ങളെ ജീവിപ്പിച്ച് ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഞങ്ങളുടെ നാവിലൂടെ വരുന്ന അവസാനത്തെ വാക്ക് ഈ മഹത്തായ തൗഹീദിന്റെ കലിമത്താക്കണേ അല്ലാഹ്
പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് റബ്ബിനോട് പൊറുക്കലിനെ തേടാം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാം. 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, 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 അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. നമ്മളിപ്പോൾ ചൊല്ലിയതായ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണ്? എല്ലാ സൃഷ്ടികളുടെയും നാഥനായ അല്ലാഹുവേ, നിന്നോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു അല്ലാ. നമുക്ക് 33 തവണ ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. സ്വീകരിക്കണേ റബ്ബേ, ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടത്തോട് സ്നേഹം നൽകണേ അല്ലാ. അവിടുത്തെ സ്വപ്നത്തിലും യഖ്ളത്തിലും കാണാനും ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണം അല്ലാ. ഇനി നമുക്ക് ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും 33 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
الصلاة والسلام عليك يا رسول الله 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 الصلاة والسلام عليك يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. പരിശുദ്ധമായ ശഅബാൻ 5-ാം രാവിലെ ശ്രേഷ്ഠമായ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد ولك الشكر حتى ترى الله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولأساتذتنا ولمشايخنا ولأزواجنا ولأولادنا ولأقربائنا ولمن أوصانا بالدعاء ولمن ماتوا منا ولجميع المؤمنين والمؤمنات. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. وفقنا في شهر رمضان للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك الكريم. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമെല്ലാം സ്വീകരിക്കണേ റബ്ബേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ല് ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവിടത്തേക്ക് വസീലത്തും ഫളീലത്തും നൽകണേ റബ്ബേ. അള്ളാഹുവേ, അവിടുത്തെ ഷഫാഅത്തിൽ ഉൾപ്പെടാനും ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ റിവാഉൽ ഹംദ് എന്ന പതാകന്റെ കീഴിൽ അണിനിരക്കാനും ഞങ്ങൾക്കേവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ഞങ്ങൾ ഉസ്താദുമാരും മശായിഖന്മാരുടെയും ശുഹദാക്കളുടെയൊക്കെ ഹളറത്തിലേക്ക് നിന്റെ സവാബിനെ മിസ്ലെത്തിക്കണേ. അവരുടെ കുഹ്റവിയായ ദറജ ഉയർത്തണേ. അവരുടെ മദതും നുസ്റത്തും ഫൈലും പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ കാരണമായിട്ട് ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ. ഗഫൂറായ ഗഫാറായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകണേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണേ. ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കി തരണേ. എല്ലാ ഫിത്നകളിൽ തൊട്ടും ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും കാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ആരൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷമമാണ് പറഞ്ഞത് എന്ന് വ്യക്തമായി നിനക്കറിയാം റബ്ബേ. എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞെങ്കിൽ റബ്ബേ, ആ കാര്യം എത്രയും പെട്ടെന്ന് അവർക്ക് നീ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഹൈറായ രൂപത്തിൽ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് റബ്ബേ. എല്ലാം വ്യക്തമായി ഞങ്ങളുടെ മനസ്സറിയുന്ന റബ്ബേ, പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്.
വിദേശത്ത് ജോലിക്ക് പോയിട്ട് കേസിൽ കുടുങ്ങിയവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ഇഖാമന്റെ വിഷയത്തിനും മറ്റുമായിട്ട് എല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. നാളെ ഇപ്പോൾ മദ്രസകളിൽ പൊതുപരീക്ഷ നടക്കുകയാണ്. പടച്ചോനെ, കുട്ടികളുടെ പരീക്ഷകളിലൊക്കെ അവർക്ക് ഉന്നത വിജയം നൽകണേ, നല്ല ഓർമ്മശക്തി നൽകണേ, സ്വാലിഹായ ബുദ്ധി നൽകണേ. സ്വാലിഹീങ്ങളിൽ ഞങ്ങളുടെ മക്കളൊക്കെ പെടുത്തണേ അല്ലാ. കുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് എത്രയും പെട്ടെന്ന് നൽകണേ പടച്ചോനെ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി പെട്ടെന്ന് നൽകണേ അല്ലാ. റബ്ബേ, പല വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കാലുവേദന, ഊരവേദന, മുട്ടുവേദന, തലവേദന, പടച്ചോനെ, അങ്ങനെ ഒരുപാട് വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മുടെ മജ്‌ലിസിലുണ്ട്, ഇവരോട് ബന്ധപ്പെട്ടവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെ എല്ലാ ആശ്വാസവും നീ നൽകണേ, വേദനകൾക്കൊക്കെ പൂർണ്ണ ശമനം നൽകണേ ഷാഫിയായ റബ്ബേ. പടച്ചോനെ, മോൻ്റെ കല്യാണം ശരിയാവാതെ, മോളെ കല്യാണം ശരിയാവാതെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. വിവാഹ പ്രായമെത്തിയിട്ടും അല്ലാഹുവേ കല്യാണം ശരിയാവാത്ത സഹോദരിമാര്, സഹോദരങ്ങൾ, സ്വലിഹീങ്ങളായ ഇണ എത്രയും പെട്ടെന്ന് അവർക്ക് നീ നൽകണേ റബ്ബേ. ഹൈറായൊരു ബന്ധം പെട്ടെന്ന് നൽകണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ ഭർത്താവിൻ്റെ അസുഖങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, ഭർത്താവിൻ്റെ ജോലിയിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് ഈമാന് പൂർണ്ണമാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ പടച്ചോനെ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ റബ്ബേ. നിസ്കരിക്കുന്ന നല്ല മക്കളാക്കണേ. ദീനീ അന്തരീക്ഷമുള്ള കുടുംബവും വീടുമാക്കി ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും നീ മാറ്റണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഒരുപാട് തവണ ആരംഭ ഹബീബ് തങ്ങളെ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. മഹാന്മാരായ എല്ലാ ഔലിയാക്കന്മാരെ കാണാനും അവരുടെ മസാറുകൾ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ സലാമത്ത് നൽകണേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ പടച്ചോനെ. ഞങ്ങളുടെ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ. ഞങ്ങളുടെ ജീവിതത്തിന് ഖൈർ നൽകണേ അല്ലാ. തുമഈനത്ത് നൽകണേ മനസ്സിന് റബ്ബേ. ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭാര്യയിൽ എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ശഅബാൻ ശരീഫിനെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. റമദാനിലേക്ക് ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ, ആവേശത്തോടെ ഞങ്ങളെ നീ എത്തിക്കണേ. വിശുദ്ധമായ റമദാനിനെ ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ പരാജിതരുടെ ലിസ്റ്റിൽ എഴുതല്ല റബ്ബേ, വിജയികളിൽ എഴുതണേ അല്ലാ. പടച്ചോനെ, നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ, ഇസ്സത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ. മരണ ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. പലരുടെയും ആണ്ട് ഇന്ന് നടക്കുന്നവരുണ്ട്, ഈ മാസത്തിൽ നടക്കുന്നവരുണ്ട്. പടച്ചോനെ, അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ഓതിൻ്റെ സവാബിൻ്റെ മിസിൽ എത്തിച്ചു കൊടുക്കണേ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ. അവർക്കൊക്കെ ഖബറിൽ ആശ്വാസം നൽകണേ. ഞങ്ങൾ ചൊല്ലിയതൊക്കെ അവർക്ക് ഖബറിൽ സന്തോഷമുള്ള അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റബ്ബേ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين.